ഹലോ മൈ ഡിയർ ബ്യൂട്ടിഫുൾ സഗീസ്, വെൽക്കം ബാക്ക് ടു സഗിയ സ്പീക്സ്. അപ്പം നമ്മുടെ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ വെൽ നോൺ ആയിട്ടുള്ള കൺസിസ്റ്റൻസി ഇല്ലായ്മ എന്നുള്ളതാണ്. ആക്ച്വലി ഇത് നമ്മുടെ ഗ്രോഹർ കമ്മ്യൂണിറ്റിയിലെ ഡിസ്കഷൻ വന്നപ്പോൾ വളരെ കൂടുതലായിട്ട് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പലരും ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി. സ്റ്റാർട്ട് ചെയ്യും, ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും ആദ്യം, പിന്നെ ഇൻട്രസ്റ്റ് അങ്ങോട്ട് പോകും, പിന്നെ അടുത്ത കാര്യം തുടങ്ങും, പിന്നെയും സെയിം ഇതിങ്ങനെ ഈ ലൂപ്പിൽ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഗസ് വാട്ട്, ഞാനും അവിടെയൊക്കെ തന്നെയാണ്. ഐ എം റൈറ്റ് ദർ വിത്ത് യു. സോ ഇന്ന് നമുക്ക് കൺസിസ്റ്റൻസിയെ പറ്റി ഒന്ന് സംസാരിക്കാം. എന്തുകൊണ്ടാണ് ഇത് ഇത്രയും ഡിഫിക്കൽട്ട്, നമ്മുടെ ബ്രെയിനിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ സഗിയ സ്പീക്സിൽ പറയാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. അതിന് മുന്നേ സഗിയ സ്പീക്സ് എന്ന് പറയുന്നത് ഒരു ഓഡിയോ പോഡ്കാസ്റ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ഈ സ്ക്രീനിൽ ഇങ്ങനെ നോക്കിയിരിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. ഫോൺ ഒരു സൈഡിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള പണികളിലേക്ക് നോക്കാം. കുക്കിങ്ങോ ക്ലീനിങ്ങോ ഡ്രൈവിങ്ങോ ഇതൊക്കെയാണ് പെർഫെക്റ്റ് ടൈം സഗിയ സ്പീക്സ് കേൾക്കാനുള്ള. ആൻഡ് ആൾസോ നമ്മുടെ സഗിയ എന്താണ് എന്ന് പെട്ടെന്നൊന്ന് പറയാം. സഗിയ ഒരു ഫീമെയിൽ വെൽനസ് കമ്മ്യൂണിറ്റിയാണ്. നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വാട്സ്ആപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്. മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിനുള്ള സ്ട്രോങ്ങർ എന്നുള്ള ഗ്രൂപ്പാണ്. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സ്ആപ്പ് ലിങ്ക് കൊടുക്കാം. യു ക്യാൻ കണക്ട് ദർ. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ കണക്ട് ചെയ്യാം. ഓക്കെ, ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് കൺസിസ്റ്റൻസി കുറവുള്ള ഒരു വ്യക്തിയാണ്. അത് എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ ബിടെക്കിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിടെക് ഒരു തേർഡ് ഇയർ 5th സെമ്മൊക്കെ ആയപ്പോഴാണ് ഞാനത് ഡ്രോപ്പ് ഔട്ട് ചെയ്തത്. പിന്നെ ഞാൻ അങ്ങനെ US വന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ പ്രഗ്നൻ്റ് ആയി. ഇവന്തോ ഞാൻ ചെറിയൊരു ഇൻറ്റീരിയർ ഡിസൈനിങ് കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവഞ്ച്വലി അത് ഡ്രോപ്പ് ചെയ്ത് പിന്നെ പ്രഗ്നൻസി, പിന്നെയാണ് ഞാൻ ഹെന്ന എന്നുള്ള ഫീൽഡിലേക്ക് വന്നത്. സ്റ്റിൽ നൗ ഐ എം 7 years ആയി ഹെന്ന ഫീൽഡിൽ. അൽഹംദുലില്ലാ അത് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാനും ഒരുപാട് കൺസിസ്റ്റൻസിയിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് നിങ്ങളോട് ആദ്യം തന്നെ പറയാം എന്നെനിക്ക് തോന്നി. നിങ്ങൾക്ക് ഇത് കേട്ടപ്പോൾ ഒരുപാട് പേർക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ആ ഒരു കാര്യം എനിക്ക് മനസ്സിലായത് നമ്മുടെ ഗ്രോഹറിലെ ഡിസ്കഷനിലെ അതിൻ്റെ ആൻസേഴ്സ് വായിച്ചപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. നിങ്ങളിൽ പലരും ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. ചിലവരൊക്കെ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ ലേസിയൊന്നുമല്ല, നമുക്കിനി കഴിവില്ലാത്തതുമല്ല, വേറെ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സോ നമുക്കതൊന്ന് മനസ്സിലാക്കാം, കുറച്ച് സയൻറ്റിഫിക് ആകാം. ഡോണ്ട് വെറി, ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. നമ്മുടെ ബ്രെയിനിലൊരു കെമിക്കൽ ഉണ്ട്, എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഡോപ്പമൈൻ. ആൾ ഭയങ്കര ഫേമസ് ആണ്, നമ്മുടെ റിവാർഡ് കെമിക്കൽ എന്ന് പറയപ്പെടുന്ന ഡോപ്പമൈൻ. പുതിയ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, പുതിയ ഹോബിയോ പുതിയ പ്രോജക്റ്റോ പുതിയ ഒരു കോഴ്സോ പുതിയ ഗോള്, നമ്മുടെ ബ്രെയിന് ഡോപ്പമൈൻ റിലീസ് ചെയ്യും. നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആവും, മോട്ടിവേറ്റഡ് ആവും, എനർജി ഇങ്ങോട്ട് ഹൈ ലെവലിലായിരിക്കും. എൻ്റെ ലൈഫ് മറിയാൻ പോവുകയാണ്, ഇതാണ് ആ സംഭവം, ഞാൻ വളരെ മോട്ടിവേറ്റഡ് ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ നിൽക്കായിരിക്കും. പക്ഷേ ഈ ഡോപ്പമൈൻ എന്നും നിൽക്കൂല. ഇനീഷ്യൽ എക്സൈറ്റ്മെന്റ് കഴിഞ്ഞാൽ ഇതിങ്ങനെ പതുക്കെ ഇങ്ങനെ ഫെയ്ഡ് ആവാൻ തുടങ്ങും. ഡോപ്പമൈൻ ലെവൽ ഇങ്ങനെ ഡ്രോപ്പായി വരും. പെട്ടെന്ന് നമ്മൾ കാശ് കൊടുത്തിട്ടുള്ള ആ കോഴ്സിന്റെ ആ എക്സൈറ്റിംഗ് ഫീലൊക്കെ അങ്ങോട്ട് പോകും. ഇതൊന്നും വർക്ക് ആവുന്നില്ല എന്ന് പോലെ തോന്നും. നമ്മുടെ ബ്രെയിന് പറയും, ഫണ്ണൊന്നുമില്ലല്ലോ, പുതിയ എക്സൈറ്റിംഗ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടെത്തൂ എന്ന് നമ്മളിങ്ങനെ പ്രേരിപ്പിക്കും. ഇത് ബയോളജിയാണ്. നമ്മുടെ ബ്രെയിൻ ലിറ്ററലി ഇങ്ങനെയാണ് വയേർഡ് ചെയ്തിട്ടുള്ളത്. പുതിയ കാര്യങ്ങൾ, ഡോപ്പമൈൻ ഹിറ്റ്, നല്ല ഫീലിംഗ്, വീണ്ടും ഡ്രോപ്പ് ആകുന്നു. അതുകൊണ്ട് സ്റ്റാർട്ടിങ് നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും തോന്നും. കണ്ടിന്യൂ ചെയ്ത് പോകുക എന്നുള്ളത് ഒരു ഡിഫിക്കൽട്ടായിട്ട് മാറും. അപ്പോൾ ഈ ഡോപ്പമൈൻ ഹിറ്റാണ് നമ്മുടെ ഈ റീസൺ നമ്പർ 1 എന്ന് പറയുന്നത്. ഇനി റീസൺ നമ്പർ 2, ദ പ്രോഗ്രസ് പാരഡോക്സ്. തുടക്കത്തിൽ ഈ പ്രോഗ്രസ് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. നമ്മൾ എക്സസൈസിന് ഡേ 1 ഓഫ് എക്സസൈസ് ഞാൻ ചെയ്തു, അടിപൊളിയാണ്. ഡേ 1 ഓഫ് ലേണിംഗ് ന്യൂ ലാംഗ്വേജ്, 10 വേർഡ്സൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി. ഡേ 1 ഓഫ് എനിത്തിങ് നമുക്ക് അച്ചീവ്മെൻറ്റ് നമുക്കിങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു വീക്ക് 2, വീക്ക് 3, വീക്ക് 4 ഒക്കെ ആകുമ്പോൾ പ്രോഗ്രസ് ഇങ്ങനെ സ്ലോ ആകും. നമ്മളിങ്ങനെ ഭയങ്കര ഹിറ്റാക്കും. അയ്യോ എന്താണിപ്പോൾ അവിടെ നടക്കുന്നത് എന്നുള്ള ഒരു ഫീൽ, ഇതൊന്നും വർക്കാവുന്നില്ലല്ലോ എന്ന് നമുക്കിങ്ങനെ തോന്നും. അപ്പോൾ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്കത് ഒബ്വിയസ് ആയിട്ട് നമുക്ക് വല്ലാണ്ട് കാണുന്നില്ല.
ആക്ച്വലി അവിടെ ഒരു സ്ലോ ആയിട്ടുള്ള പ്രോഗ്രസ് നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബിഗ് ചേഞ്ച് നമുക്ക് വല്ലാണ്ട് കാണാൻ പറ്റില്ല. നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആവും. എവിടെ റിസൾട്ട് എന്ന് ഇങ്ങനെ ചോദിക്കും. ഇമ്മീഡിയറ്റ് റിസൾട്ട് കാണാത്താവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതൊന്നും വർക്ക് ആവുന്നില്ല എന്ന് വിചാരിക്കും, നമ്മളവിടെ ക്വിറ്റ് ചെയ്യും. ഇതാണ് രണ്ടാമത്തെ റീസൺ, ദ പ്രോഗ്രസ് പാരഡോക്സ്. മൂന്നാമത്തെ റീസൺ, ഓൾ ഓർ നത്തിങ് തിങ്കിങ്. വലിയൊരു പ്രശ്നക്കാരനാണിത്. നമ്മളിങ്ങനെ ചിന്തിക്കും, എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യും, പിന്നെ ഒരു ദിവസം മിസ്സാക്കും. അപ്പം നമ്മുടെ ബ്രെയിൻ പറയും, യു ആർ ഫെയിൽഡ്, നീ തോറ്റുപോയി, കംപ്ലീറ്റ് ആയിട്ട് ക്വിറ്റ് ചെയ്തോ എന്ന് പറയും. എന്തിനാണിത്, നാളെ മുതൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമല്ലോ. പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ ഒരു 1 ഡേ മിസ്സാകുമ്പോൾ തന്നെ നമ്മൾ ടോട്ടൽ ഫെയിലിയർ ആണ് എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്താഗതിയാണ് ഓൾ ഓർ നത്തിങ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കൺസിസ്റ്റൻസിയെ നശിപ്പിക്കും. അപ്പോൾ ഒരു ദിവസം മിസ്സായി നമ്മൾ വിചാരിക്കുക കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ, പിന്നെ അതങ്ങനെ പതുക്കെ ആ സംഭവേ നമ്മുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകും എന്നുള്ളതാണ് വേറൊരു സത്യം. ഓക്കെ, അപ്പോൾ നമ്മുടെ സയൻസ് ഇവിടെ അവസാനിപ്പിക്കാം. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ സൊല്യൂഷൻ. റിയൽ പ്രാക്ടിക്കൽ ആയിട്ട് കാര്യങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെ വർക്ക് ചെയ്ത് എടുക്കാം എന്ന് പറയുന്നത്. സൊല്യൂഷൻ നമ്പർ 1, ദ 2 minute റൂൾ. 1 hour ഞാൻ ലാംഗ്വേജ് പ്രാക്ടീസ് ചെയ്യും എന്നതിന് പകരം ഞാൻ ഒരു 2 മിനിറ്റ്, ഇന്ന് ഞാൻ 2 മിനിറ്റ് വർക്ക് ചെയ്യുന്നുള്ളൂ എന്ന് അങ്ങോട്ട് പറയാം. സില്ലി ആയിട്ട് തോന്നും, ബട്ട് ഇവിടെയാണ് നമ്മുടെ ഈ മാജിക് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മളൊരു 2 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ വിചാരിക്കും 2 മിനിറ്റ് അല്ലേ, ഇനി 2 മിനിറ്റും കൂടെ ചെയ്യാം. അങ്ങനെ 2 മിനിറ്റ് എന്ത് ചെയ്യും, ഒരു 30 മിനിറ്റ് ഒക്കെ ആകും. ഇതാണ് നമ്മുടെ 2 minute റൂൾ എന്ന് പറയുന്നത്. ഇതിന്റെ കൂടെ തന്നെ പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഒരേ എമൗണ്ടിൽ ചെയ്യും എന്നുള്ളതല്ല. ഒരു ദിവസം 30 മിനിറ്റ് ആയിരിക്കാം, ഒരു ദിവസം 2 മിനിറ്റ് ആയിരിക്കാം, ഒരു ദിവസം 1 hour ആയിരിക്കാം. പക്ഷെ എല്ലാ ദിവസവും ആ ഒരു ഹാബിറ്റ്, ആ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എത്ര ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ല, നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് കൺസിസ്റ്റൻസിയിൽ വരുന്നൊരു കാര്യം. രണ്ടാമത്തെ സൊല്യൂഷൻ, ഹാബിറ്റ് സ്റ്റാക്കിംഗ്. ഇത് ജെയിംസ് ക്ലിയർ പറഞ്ഞിട്ടുള്ള ഒരു ടെക്നിക്കാണ്, വളരെ പവർഫുൾ ആണ്. കംപ്ലീറ്റ്ലി ഒരു പുതിയ റൊട്ടീന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഓൾറെഡി ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിൽ കൂടെ ഈ ഹാബിറ്റും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്യാം. ഇപ്പം നമുക്ക് ഡെയിലി ജേർണൽ എഴുതണം എന്നുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ രാവിലെ കോഫി കുടിച്ചിട്ട് ഈ കോഫി കുടിക്കുന്ന സമയം ഈ ടേബിളിൻ്റെ അടുത്ത് ഇരുന്നിട്ട് തന്നെ ഞാനൊരു 2 മിനിറ്റ് ജേർണൽ എഴുതും. നമ്മൾ ഓൾറെഡി കോഫി നമ്മൾ ഡെയിലി കുടിക്കുന്ന, അല്ലെങ്കിൽ ചായ നമ്മൾ ഡെയിലി കുടിക്കുന്ന ഒരു കാര്യത്തിൻ്റെ കൂടെ നമുക്ക് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ഹാബിറ്റ് അതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ കംപ്ലീറ്റ്ലി ഒരു പുതിയ കാര്യം ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാൾ ഈസിയാണ് നമ്മൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നതിനെ കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ഇതും കൂടെ ചെയ്യുക എന്നുള്ളത്. ഇറ്റ്സ് ഫ്രം ദ ആറ്റോമിക് ഹാബിറ്റ്. ഓക്കെ, ഇനി നമ്മുടെ സൊല്യൂഷൻ 3 എന്താണ്? ഗോൾ അല്ല, സിസ്റ്റത്തിൽ ഫോക്കസ് ചെയ്യുക. നമ്മൾ ഗോള് അല്ലെങ്കിൽ റിസൾട്ടിൽ ഫോക്കസ് ചെയ്യാണ്ട് നമ്മുടെ ആ ഒരു പ്രോഗ്രസ്സിൽ ഫോക്കസ് ചെയ്യുക. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇപ്പോൾ നമ്മളൊരു 10 കിലോ കുറക്കണം എന്ന് ഈ ഒരു ചിന്താഗതിയെ മാറ്റിവിട്ട് ഞാൻ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യും എന്നതിലേക്ക്, ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക, ഈ റിസൾട്ടിലേക്ക് അല്ലാണ്ട്. എനിക്കൊരു ബുക്ക് എഴുതണം എന്നതിന് പകരം ഞാൻ ഒരു ദിവസം ഒരു 50 വാക്കെങ്കിലും എഴുതും, അല്ലെങ്കിൽ ഞാൻ ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ എഴുതും എന്നുള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ്. നമ്മൾ ഈ ഗോൾ ഇങ്ങനെ ഡെസ്റ്റിനേഷൻ ആക്കി വെക്കാണ്ട് ആ സിസ്റ്റം അല്ലെങ്കിൽ ആ ജേർണിയിൽ നമ്മളിങ്ങനെ അത് എൻജോയ് ചെയ്ത് പോകുമ്പോൾ നമുക്കൊന്നും കൂടെ കൺസിസ്റ്റൻസി വരും. നമ്മൾ ഈ ഗോളിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഇതൊന്നും നടക്കുന്നില്ലല്ലോ, ഭയങ്കര ദൂരത്താണല്ലോ നമ്മുടെ ഗോള് എന്നുള്ള തോട്ട്സ് ഒക്കെ വരും. അതിന് പകരം ഐ എം ജസ്റ്റ് ഡൂയിങ് ടുഡേ എന്നുള്ളത് മതി. സൊല്യൂഷൻ നമ്പർ 4, നെവർ മിസ് ടോയ്സ്. ദ നെവർ മിസ് ടോയ്സ്. ലൈഫ് ഹാപ്പൻസ്. അപ്പോൾ ചില ദിവസം നമുക്കിത് ചെയ്യാൻ പറ്റൂല, നമ്മൾ ഡേയ്സ് മിസ്സാകും, ആൻഡ് ദാറ്റ്സ് ഓക്കെ. ഇറ്റ്സ് സിമ്പിൾ. അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നമല്ല. പലരും ഒരു ദിവസം മിസ്സാക്കിയാൽ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളെ കുറ്റപ്പെടുത്തും, നമുക്ക് റിഗ്രറ്റ് ആവും, ഇനി ഞാനിതൊരിക്കലും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള പല തീരുമാനങ്ങളും എടുക്കും. ഇറ്റ്സ് ഓക്കെ, നമുക്ക് അടുത്ത ദിവസം വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാം. ഈ ഒരു മിസ്സാക്കുന്നത് ഒരു വലിയൊരു പ്രശ്നമല്ല എന്നുള്ളത് നമ്മളെ തന്നെ പറഞ്ഞൊന്ന് പഠിപ്പിക്കുക എന്നുള്ളതാണ്. സൊല്യൂഷൻ നമ്പർ 5, റാപ്പിഡ്ലി ഈസി ആക്കുക കാര്യം ഒന്ന് നമ്മുടെ ആ ഒരു എൻവിറോൺമെന്റ് അതിന് വേണ്ടിയിട്ട് നമ്മൾ സജ്ജമാക്കുക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് വെള്ളം കുടിക്കണം എന്നുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ബെഡിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മളെ വർക്ക് ടേബിളിൻ്റെ അടുത്തോ ബോട്ടിൽ വെക്കുക. ബുക്ക് വായിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബെഡിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു ബുക്ക് വായിക്കാം. കിടക്കുന്നതിന് മുന്നേ 2 പേജ് ഞാൻ വായിക്കും. എക്സസൈസ് ചെയ്യണം എന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെയാണ് എക്സസൈസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ രാത്രി തന്നെ അതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കുക. അപ്പം
നമ്മുടെ മെൻ്റലി നമ്മൾ അതിനൊരു പ്രിപ്പയർ ആയി ആ എൻവിറോൺമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യുക ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ പിറ്റേ ദിവസം നമുക്കതൊന്നും കൂടെ ഈസിയാവും. നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ ഒന്നും കൂടെ ഈസിയാവും. നമ്മൾ ആ ഒരു ഇതിങ്ങനെ കാണുമ്പോഴും നമുക്കിതൊന്നും കൂടെ ഓക്കെ ഐ ഹാവ് ടു ഡു ദിസ് എന്നുള്ളത് വരും. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഇതിന് പറ്റിയിട്ടുള്ള ഒരു സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിസ്റ്റൻസിയെ പറ്റി നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതൊന്നൊരു മാറ്റം. പെർഫെക്ഷൻ അല്ല, പ്രോഗ്രസ് ആണ് ഇമ്പോർട്ടൻ്റ്. കൺസിസ്റ്റൻസി എന്നാൽ പെർഫെക്റ്റ് അല്ല. 80% കൺസിസ്റ്റൻസി അമേസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാണ്ട് 100% കൺസിസ്റ്റൻസി എന്നുള്ളൊരു സംഭവം ഒന്നുമില്ല. അതിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ 5 ദിവസം എക്സസൈസ് ചെയ്യും എന്ന് വിചാരിച്ച് 4 ദിവസം ചിലപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അതൊരു ഫെയിലിയർ ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. അപ്പോൾ ആ ഒരു പ്രോഗ്രസ്സിനെ നമ്മൾ സ്നേഹിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. ഈ സെറ്റ് ബാക്സിനെ നമ്മളൊന്നും കൂടെ ഡീൽ ചെയ്യാൻ പഠിക്കുക എന്നുള്ളത്. നമ്മളിങ്ങനെ ഈ ട്രാക്കിൽ പോകുന്ന സമയത്ത് അതിൽ നിന്ന് വീഴും, അതൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ ഒരിക്കലും സെൽഫ് പനിഷ്മെൻറ്റ് ചെയ്യരുത്. നമ്മളെ ലേസിയാണ്, നീ ഡിസിപ്ലിൻ ഇല്ലാത്ത ആളാണ്, നീ ഒരു ഫെയിലിയർ ആണ് എന്നൊക്കെ നമ്മളെ ഈ നെഗറ്റീവ് ടോക്ക് നമ്മൾ എന്ത് ചെയ്യും, ഈ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കും എന്നുള്ളത്. നമുക്കൊരു വിധ മോട്ടിവേഷനും അതിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ സെൽഫ് പണിഷ്മെൻറ്റ് മാക്സിമം ഒഴിവാക്കുക. എന്തുകൊണ്ട് ഞാൻ ഇത്ര മോശമായി, എന്തുകൊണ്ട് ഞാനിത് ചെയ്തില്ല എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം എന്താണ് ഇത് ഇത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം, എനിക്കിതിന്ന് എന്താ പഠിക്കുക, ഇതെങ്ങനെ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ വലിയ ബിഗ് ഗോൾസ് ആയിരിക്കും നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് കുറച്ചും കൂടെ ഒന്ന് ബൈറ്റ് സൈസ് ആക്കിയിട്ട് ചെറിയ ചെറിയ ഗോൾസ് ആക്കി മാറ്റും. ഇങ്ങനെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുമ്പോൾ നമുക്കിതൊന്നും കൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ നമ്മൾ എപ്പോഴും ഇതിൻ്റെ ഒരു കാര്യം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം, 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാം, മൺഡേ സ്റ്റാർട്ട് ചെയ്യാം, ഇങ്ങനെയൊന്നും വേണ്ട. നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ന് ഇതാണ് പെർഫെക്റ്റ് ടൈം, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം, നാളെ സ്റ്റാർട്ട് ചെയ്യാം, മറ്റന്നാൾ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള പരിപാടികളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ദിസ് ഈസ് ദ റൈറ്റ് ടൈം എന്നുള്ളത് ഒന്ന് പറയാം. ഞാൻ നിങ്ങൾക്കൊരു ആക്ഷൻ പ്ലാൻ തന്നാലോ? ഒരു കാര്യം നിങ്ങൾ പിക്ക് ചെയ്യുക, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ജസ്റ്റ് ഒന്ന് മതി കേട്ടോ, 5, 10, 15 ഒന്നും എടുക്കല്ലേ. പിന്നെ അതിനെ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യുക. നമ്മുടെ 2 മിനിറ്റ്സ് റൂളിലേക്ക് ആൻഡ് ആൾസോ ഒരു സ്മോൾ സില്ലി മെത്തേഡ് പറഞ്ഞല്ലോ, അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. എക്സിസ്റ്റിംഗ് ഹാബിറ്റിനോടൊന്ന് സ്റ്റാക്ക് ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഉണ്ട്, ആ ഹാബിറ്റിനോടൊന്ന് സ്റ്റാക്ക് ചെയ്ത് നോക്കുക. ആൻഡ് ഒരു ദിവസം മിസ്സായാൽ ഇറ്റ്സ് ഓക്കെ, നിങ്ങളോട് ഫോർഗീവ് ചെയ്യുക, ഞാൻ നാളെ ചെയ്യാം എന്നുള്ളത് നമ്മളോട് പറയാം. ഓക്കെ, നിങ്ങൾ ഏത് കാര്യമാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മുടെ കമൻറ്റിൽ പറഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി. ഓക്കെ, ഇതൊരു ഓവർനൈറ്റ് ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ ഒന്നും നിങ്ങൾ വിചാരിച്ച് ചെയ്യരുത് കേട്ടോ. ടൈനി ഇംപ്രൂവ്മെൻറ്റ്സിനെ പറ്റിയാണ് നമ്മളിവിടെ പറയുന്നത്. ആൻഡ് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത് നിങ്ങൾ ബ്രോക്കൺ ആയിട്ടുള്ളതല്ല എന്നുള്ളതൊന്നും കൂടെ റിമൈൻഡ് ചെയ്യാണ്. യു ആർ എ ഹ്യൂമൻ ബീയിങ് ലൈക്ക് എവരി വൺ. ആൻഡ് നമ്മുടെ ബ്രെയിന് ആഗ്രഹിക്കുന്നത് പെട്ടെന്നുള്ള ഡോപ്പമൈൻ റഷും ക്വിക്ക് റിസൾട്ടും ഒക്കെയാണ്. ആൾ ബോറാവും. അപ്പോൾ നിങ്ങൾ വേണം ആളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. ഓക്കെ, നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വി ആർ ടുഗദർ ഹിയർ. നിങ്ങൾ ക്വിറ്റ് ചെയ്യണം എന്ന് തോന്നുമ്പോൾ ഒന്നും കൂടെ വന്നിട്ട് ഈ പോഡ്കാസ്റ്റ് കേൾക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച്. ദിസ് ഈസ് മുർഷിദ ഫ്രം സഖിയ, signing off with love. Take care. Bye bye.